കേരള രാഷ്ട്രീയത്തെ അടിമുടി മാറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. എന്താണത്? ശശി തരൂർ ഉം. BJP ചേരും. ഇത് കുറേ നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ശരിയാണ്. അത് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോഴും നമ്മുടെ പ്രേക്ഷകരും നമ്മുടെ താഴെ കുറേ പേര് വന്നിട്ട് പറയും കേട്ടിട്ടുണ്ട് കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ തള്ളിമറിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ തിളച്ചു മറിയുകയാണ്. കാരണം കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ ശക്തിക്ക് അവരുടെ ശക്തി ദുർഗങ്ങളായ വടക്കൻ ജില്ലകളിൽ പോലും വേരുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ തകർച്ച ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുന്നു. കോൺഗ്രസ് ആവട്ടെ തങ്ങൾക്ക് ഭരണം കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തിൽ അത്യാവശ്യം ശരീരഭാഷയൊക്കെ മാറ്റി ശബ്ദമൊക്കെ മാറ്റി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യും എന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. BJPക്ക് ആവട്ടെ BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും BJPയുടെ സാന്നിധ്യമുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം BJP ഇരട്ടിയാക്കി. ഏതാണ്ട് എല്ലാ നഗരസഭകളിലും BJPയുടെ സാന്നിധ്യമുണ്ട്. പലയിടത്തും BJP രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാഷ്ട്രീയ കക്ഷി, കേരളത്തിലെ ഏറ്റവും നല്ല ഫൈറ്റിംഗ് മോഡിൽ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ കാലാവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും BJP പിടിക്കുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തെ ക്ഷീണിപ്പിക്കും. അതുകൊണ്ട് തങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ള UDFൻ്റെ ധാരണയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ അതിനെ കടപുഴക്കുന്നൊരു തീരുമാനം ശശി തരൂർ കോൺഗ്രസ് വിടുന്നതോടെ കേരളത്തിൽ സംഭവിക്കും. കാരണം ശശി തരൂരിനെ കാണുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ കാണുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തൊരു ഇമേജ് ഉണ്ട് ശശി തരൂരിന്. ഒന്നത്. രണ്ടാമത്തത്, ശശി തരൂർ കുറേ കാലമായി കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒഫീഷ്യൽ ഡൽഹിയിലെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 8 തവണ ശശി തരൂർ പാർട്ടി വിടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നു. ശരിക്കും 8 തവണ. ഇപ്പോൾ BJPയുടെ കേന്ദ്ര വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് നിതിൻ നബീനെ പ്രഖ്യാപിച്ചു. 45 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ പ്രഖ്യാപിച്ചുകൊണ്ട് BJP ഒരു യുവമുഖം ദേശീയ തലത്തിൽ യുവാക്കൾക്ക് പാർട്ടിയിലെ ഏതു പദവിയിൽ വരെയും ഒരു ചെറുപ്പക്കാരന് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതാവായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഇപ്പം ബീഹാറിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. ആർക്കും ഏതു പദവിയിൽ വരെ വരാവുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് ഇപ്പോൾ മോദിയും അമിത്ഷായും തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോദിയും അമിത്ഷായും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഒന്ന് നിതിൻ നബീൻ്റെ പ്രഖ്യാപനം ഉണ്ടായി. രണ്ടാമത്തത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കേട്ടറിഞ്ഞത്, ശശി തരൂരിൻ്റെ BJPക്കുള്ള പ്രവേശനത്തിന് രാഷ്ട്രീയമായി BJP കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രിയും അമിത്ഷായും പച്ചക്കുടി വീശിയിരിക്കുന്നു എന്നാണ്. അത് വളരെ കൃത്യമായൊരു കാര്യം. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് 8 തവണ ചർച്ച നടന്നു. ഇപ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നം കേരളത്തിൽ ഇനിയിപ്പോൾ ഉടനെ സംഭവിക്കാൻ പോകുന്നത്, കേരള രാഷ്ട്രീയത്തെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്, കാരണം കേരള രാഷ്ട്രീയത്തിൽ 2 പ്രബല മുന്നണികൾ, ഇടതുപക്ഷ മുന്നണി വലതു മുന്നണി, ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർക്കൊരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ചില നീക്കങ്ങൾ ഇപ്പോൾ സണ്ണി ജോസഫും അടക്കമുള്ള ആളുകൾ നടത്തുന്നുണ്ട്. കാരണം BJP അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ UDF കൂടെ ഒന്നിച്ചാലോ എന്ന് തീരുമാനിക്കുമ്പോൾ കോൺഗ്രസിനകത്തൊരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഒന്ന് കലങ്ങാൻ പോവാണ്. ഈ കലങ്ങുന്ന സമയത്ത് ലോഡ്ജ് ചെയ്യുക. ഇനിയിപ്പോൾ കഷ്ടിച്ച് 150 ദിവസമില്ല സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ അധികാരത്തിൽ എത്താൻ പോകുന്നു എന്നൊരു ട്രെൻഡ് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ആരൊക്കെയാണ്? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, K മുരളീധരൻ, ഇങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഫ്രണ്ട് റണ്ണറല്ല. പക്ഷേ ഇതൊക്കെ നോക്കൂ, ഇവരെല്ലാം ഒറ്റ സമുദായക്കാരാണ്, ഒരു സമുദായത്തിൽപ്പെട്ടവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ശശി തരൂർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ പാർലമെൻറ്റിലേക്ക് ഞാൻ ഇനി മത്സരിക്കുന്നില്ല, ഇതെൻ്റെ അവസാനത്തെ മത്സരമാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിച്ചാൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് വോട്ട് ചെയ്ത ആളുകൾ ജയിപ്പിക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഞാനിനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇനി ജയിക്കാൻ പോകുന്നത് BJPയാണ്. അപ്പോൾ BJPക്ക് വേണ്ടി തൻ്റെ പാർലമെൻറ്റ് അംഗത്വം ശശി തരൂർ വെച്ചൊഴിയുകയാണ്. അപ്പോൾ ശശി തരൂർ അവിടെ മത്സരിക്കുന്നു. ശശി തരൂർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാനാണ് താല്പര്യമെന്ന്. ശശി തരൂരിന് നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ശശി തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് BJP തയ്യാറാകും എന്നുള്ള സൂചനകൾ വളരെ പ്രബലമായി വരുന്നുണ്ട്, കുറേ കാലമായി അന്തരീക്ഷത്തിലുണ്ട്. അതോടൊപ്പം കേരളം ഇതുവരെ ചർച്ച ചെയ്യാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. 8 തവണ ശശി തരൂർ ചർച്ച നടത്തുമ്പോഴും ശശി തരൂരിൻ്റെ ഒപ്പം കേരളത്തിലെ പ്രമുഖനായ ഒരു MP കൂടി ഉണ്ടായിരുന്നു. ഒരു MP കൂടി പാർട്ടി വിടും, ശശി തരൂരിൻ്റെ കൂടെ
വരും. അത് തെക്കൻ കേരളത്തിൽ നിന്നാണ്, വടക്കൻ കേരളത്തിൽ നിന്ന്. ആരാണ് സാർ അത്? തെക്കൻ കേരളത്തിലുള്ള അതിശക്തനായ ഒരു എം പി. അത് മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളം ഇപ്പം CPM-ൻ്റെ ഭാഗത്തു നിന്ന് 2 ഈഴവ മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്. ഒന്ന് VS അച്യുതാനന്ദനും, പിന്നെ പിണറായി വിജയൻ ഈഴവ ആണെന്ന് പറയപ്പെടുന്നു. എനിക്കത് ഉറപ്പില്ല കേട്ടോ, തർക്കം പലരും അതായത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടതാണ്. പക്ഷേ R ശങ്കറിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആരാണ് ഒരു ഈഴവ മുഖ്യമന്ത്രി വന്നത്? അപ്പോൾ കേരളത്തിൽ ഈഴവ സമുദായത്തിൻ്റെ പിന്തുണയില്ലാതെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കേരളത്തിൽ ഏറ്റവും പ്രബലമായ ഒരു സമുദായമാണ്. പക്ഷേ ഈ കുറേ കാലമായി കോൺഗ്രസിനകത്ത് എമർജ് ചെയ്ത് വരുന്ന നേതാക്കന്മാരെല്ലാം നായർ കമ്മ്യൂണിറ്റികളാണ്. അതിൽ അസംതൃപ്തനായി തനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യതയുണ്ട് എന്ന് കരുതുന്ന പ്രമുഖനായ ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അദ്ദേഹം വളരെ ഖിന്നനാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ UDF-ൻ്റെ സർക്കാരെങ്ങാനും വന്നാൽ അദ്ദേഹത്തെക്കാളും ജൂനിയറായ ആളുകളുടെ കീഴിൽ അദ്ദേഹം അവിടെ എന്തായാലും ജയിക്കും. അദ്ദേഹത്തിന് കേവലം ഒരു വളരെ കുറഞ്ഞ, കാരണം പ്രധാനപ്പെട്ട വകുപ്പുകൾ ആഭ്യന്തരം കിട്ടില്ല, വിദ്യാഭ്യാസം ലീഗ് കൊണ്ടുപോകും, പൊതുമരാമത്ത് ലീഗ് കൊണ്ടുപോകും, അല്ലേ, വ്യവസായം ലീഗ് കൊണ്ടുപോകും, പിന്നെ ധനകാര്യം ചിലപ്പോൾ കിട്ടിയേക്കാം കോൺഗ്രസ്സിന്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും അപ്രധാനമായ ഒരു വകുപ്പിലെ മന്ത്രിയായി തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും ഈ നേതാവിന്. അതുകൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു താൻ കോൺഗ്രസ്സിൽ നിന്നിട്ട് കാര്യമില്ല, രാഷ്ട്രീയമായി തനിക്ക് കോൺഗ്രസിനെ കൊണ്ട് ഗുണമില്ല. ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു 3-ാം മുന്നണി ഉണ്ടായാൽ, ഒരു പാർട്ടി ഉണ്ടായി വരികയും ആ പാർട്ടി BJP-യുമായി സഖ്യത്തിലാവുകയും ചെയ്താൽ നായർ ഈഴവ ഇക്വേഷൻ തെക്കൻ കേരളത്തിൽ വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നായന്മാർക്ക് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ ഇനി അവസരം വേണ്ടത്, ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അവസരം ഉണ്ടാവണം എന്നുള്ള ഒരു സന്ദേശം മുന്നോട്ട് വയ്ക്കാൻ കഴിയും. ഈ 2 MP-മാരിലൂടെ BJP ലക്ഷ്യമിടുന്നത് കേരളത്തിലെ പ്രബലരായ 2 സമുദായങ്ങളിൽപ്പെട്ട 2 പ്രധാനപ്പെട്ട നേതാക്കൾ, 2 പേരും നിരാക്ഷേപരാണ്. ഒരാക്ഷേപവും ഇവർക്ക് തരെ വന്നിട്ടില്ല. കേരളത്തിൽ ഞാൻ പറയുന്ന പേര് പറയാത്ത, എന്നാൽ തൊട്ട് ഞാൻ കാണിച്ചു കഴിഞ്ഞു, ആ MP-യെക്കുറിച്ച് ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല. കേരളത്തിലെ ഏതു തെക്കൻ ജില്ലയിൽ നിന്നാലും പാട്ടും പാടി ജയിക്കാൻ കഴിയുന്ന സർവ്വസമ്മതനായ ക്ലീൻ ഇമേജുള്ള ഒരു നേതാവ്. ഇവർ 2 പേരും BJP-യിലേക്ക് അല്ലെങ്കിൽ BJP-യുടെ പറയുന്ന ഓഫർ സ്വീകരിച്ച് പാർട്ടി വിടുമെന്നാണ് നമ്മൾ കേട്ടിരുന്നത്. ഏതായാലും ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായി. മിനിഞ്ഞാന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും തമ്മിൽ കണ്ട യോഗത്തിന് ശേഷം നിർണായകമായ തീരുമാനമെടുത്തു. ശശി തരൂർ പാർട്ടി വിടുകയാണ്. അതിൻ്റെ പ്രഖ്യാപനം ഞാൻ കേട്ടതുപോലെ ദില്ലിയിലുള്ള പലർക്കും അറിയാം. തീരുമാനിക്കപ്പെട്ടതുപോലെയാണെങ്കിൽ ജനുവരി 2-ാം വാരത്തിന് മുമ്പ്, ഈ ഏതാനും ദിവസങ്ങളുള്ളിൽ, കഷ്ടിച്ചൊരു മാസത്തിനുള്ളിൽ, ജനുവരി ആദ്യ പകുതിയിൽ ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിടും. കോൺഗ്രസ് പാർട്ടി വിട്ട് അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം പോയ അദ്ദേഹത്തിനൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാനീ മത്സരിക്കാനില്ല. ഇപ്പോൾ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ നിർണായകമായ ദൗത്യം, ചുമതല എന്ന് താൻ വിശ്വസിക്കുന്നു. ഇടയ്ക്ക് പറയുകയും ചെയ്തിട്ടില്ലേ, പക്ഷേ ഞാൻ കോൺഗ്രസ് പാർട്ടി വിടില്ല എന്നുള്ളതും പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അത് പറഞ്ഞിട്ടുണ്ടാവാം. കോൺഗ്രസ്സുകാരനായിരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി തന്നെ നിൽക്കണമെന്നുണ്ടോ? ശരത് പവാറിൻ്റെ പാർട്ടിയും കോൺഗ്രസ് അല്ലേ? അല്ല, കോൺഗ്രസ് പാരമ്പര്യം. കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇപ്പോൾ കോൺഗ്രസ് ആണെന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യയിലെ യഥാർത്ഥ കോൺഗ്രസ് ഏതാണ്? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നില്ലേ? അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സാണ്, സോണിയയുടെ കോൺഗ്രസ്സാണ്, പ്രിയങ്കയുടെ കോൺഗ്രസ്സാണ്. അല്ലല്ലോ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസ് ഇന്നുണ്ടോ? അത് എത്രയോ കഷ്ണങ്ങളായി ശിഥിലമായി പോയി. അപ്പോൾ മനസ്സിൽ കോൺഗ്രസ് ആയിരിക്കുക. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വികാരം എന്താണ്? ഇന്ത്യ എന്നതാണ് കോൺഗ്രസിൻ്റെ വികാരം, അല്ലേ? ജയ് ഹിന്ദ് എന്ന് പറയുന്ന, വന്ദേമാതരം പാടുന്ന, ഭാരത് മാതാ കി ജയ് പറയുന്ന കോൺഗ്രസ്, അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇപ്പോൾ ഉണ്ടോ? അപ്പോൾ ശശി തരൂർ വന്ദേമാതരം പറഞ്ഞാൽ, ശശി തരൂർ ദേശീയ വന്ദേമാതരം ആലപിച്ചാൽ, ഭാരത് മാതാ കി ജയ് പറഞ്ഞാൽ, ജയ് ഹിന്ദ് പറഞ്ഞാൽ അത് കോൺഗ്രസ് ആണെന്നേ. അങ്ങനെ ആയിക്കൂടെ? കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുന്നത് മാത്രമാണ് കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ദാസ്യവൃത്തി ചെയ്യുന്നവർ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർ. നക്സലൈറ്റുകൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? അല്ലേ? ഇടതുപക്ഷം എന്ന് പറയുന്നത് CPM-ൻ്റെ മെമ്പർഷിപ്പ് ഉള്ളവർ മാത്രമാണ്. അല്ല, കോൺഗ്രസ് ആയിരിക്കും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ ഞാൻ എക്കാലവും തുടരും എന്ന് ശശി തരൂർ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ആശയമാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ദേശീയതയിൽ ഊന്നിയ ഒരു ആശയമാണ്. ആശയത്തിനൊപ്പം നിന്ന ശശി തരൂർ കോൺഗ്രസ്സുകാരനാണ്. പണ്ട് മാമനില്ലായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി? ഈ ഇതിനൊക്കെതിരെ, മദ്യത്തിനൊക്കെതിരെ KE മാമൻ എന്നാണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ലേ? കുറേ വർഷങ്ങൾക്ക് ഒരു വൃദ്ധൻ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കോൺഗ്രസ് ആണ്. പക്ഷേ അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആയിരുന്നില്ല, രാഹുലിൻ്റെ കോൺഗ്രസ് ആയിരുന്നില്ല, ഗാന്ധിയുടെ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ കോൺഗ്രസ് ആയിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ആദർശത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് ആയിരിക്കാം. അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയുടെ
അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പാവാടച്ചരടിൽ തൂങ്ങിക്കിടക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ശശി തരൂർ കോൺഗ്രസ് ആയിരിക്കുക. പിന്നെ ദേശീയത എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പാരമ്പര്യമായിരുന്നു. ആ പാരമ്പര്യത്തിൻ്റെ കുടിയിൽ നിന്ന് പിടിക്കുന്നത് BJP ആണ്. അപ്പോൾ BJP ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു വലിയ പ്രശ്നം, ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ശശി തരൂർ വിട്ടാൽ ശശി തരൂരിൻ്റെ MP സ്ഥാനം പോട്ടെന്നേ. ശശി തരൂർ MP അല്ലെങ്കിലും MP ആയിരിക്കുന്നു എന്നതുകൊണ്ട് ശശി തരൂരിൻ്റെ MPയുടെ ചില പ്രിവിലേജുകൾ ഉണ്ടെന്നല്ലേ ഉള്ളൂ. MP ആവുന്നു എന്നതുകൊണ്ട് ശശി തരൂരിൻ്റെ പ്രാധാന്യം കുറയുന്നുണ്ടോ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ? അപ്പോൾ ശശി തരൂർ അങ്ങനെ ഒരു നിർണായക തീരുമാനമെടുക്കും. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ബ്ലോ ആയിരിക്കും അത്. ഏറ്റവും വലിയ അടിയാണ്. കോൺഗ്രസ് ഇപ്പോൾ ഭരണം കിട്ടുമെന്ന തരത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് ഈ പറയുന്ന നായർ പിന്തുണയ്ക്ക് പുറമെ പൊതുജനങ്ങളുടെ വലിയ സ്വീകാര്യതയുള്ള ശശി തരൂർ വരികയും ഒപ്പം ഞാൻ പറഞ്ഞ ഈഴവ നേതാവ് കൂടി, ഈഴവ നേതാവല്ല, ഈഴവ സമുദായത്തിൽ നിന്നുള്ള കോൺഗ്രസിലെ പ്രബലനായ അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നേതാവ് കൂടി കോൺഗ്രസ് വിട്ട് BJPയോടൊപ്പമോ BJPയിൽ ചേരുകയോ BJPയോടൊപ്പം മത്സരിക്കുകയോ ചെയ്താൽ തെക്കൻ കേരളമല്ല, കേരളത്തിലാകെ വലിയ മാറ്റമുണ്ടാകും. ഒരുപക്ഷെ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കാം പറക്കുക. അത് NDAയുടെ ഭാഗമാകാം. ഏതായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇനി 100 ദിവസത്തിനുള്ളിൽ 150 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ സ്ഫോടനങ്ങൾ, വലിയ പൊട്ടിത്തെറികൾ, വലിയ മാറ്റങ്ങൾ, വലിയ വിപ്ലവകരമായ നീക്കങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് കരുക്കൾ നീക്കുന്നുണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാഴ്ചക്കാരൻ്റെ റോളേ ഉള്ളൂ. ഇത് തീരുമാനിക്കുന്നതൊക്കെ സറ്റാൽ അമിത്ഷായുടെ ചാണക്യ ബുദ്ധിയാണ്. കേരളം പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് BJP ചടുലതയോടെ നീങ്ങുകയാണ്. അപ്പോൾ ജനുവരി മാസത്തിൽ വലിയ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കാം.